എല്ലാ ദിവസവും 1000 ആയത്തുകൾ ഓതാൻ പറ്റുമോ? പലർക്കും കഴിയില്ലായിരിക്കും അല്ലേ? കാരണം ജോലി തിരക്ക് കാണും, വീട്ടിലെ തിരക്കുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കാരണം 1000 ആയത്തൊന്നും ഓതാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ 8 ആയത്ത് ഓതാൻ പറ്റുമോ? 8 ആയത്തുള്ള ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദിവസവും 1000 ആയത്തുകൾ ഓതിയ കൂലി ലഭിക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചെന്ന ഒരു അത്ഭുതപ്പെടുന്ന സൂറത്ത് സുബ്ഹാന ജല്ല ജലാലു ഏതാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, 40 സ്വഫ് മലക്കുകൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുടെ കൂടെ വന്ന് നിന്ന് നിസ്കരിക്കുമെന്ന് നബി തങ്ങൾ പറയുക. 40 സ്വഫ്. എന്നാൽ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ സ്വഫിന്റെ വലിപ്പം ആര് പറഞ്ഞിട്ടില്ല? നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ആ ഒരു സ്വഫില് 500 മലക്കാണോ, 1000 മലക്കാണോ, 2000 മലക്കാണോ, ഇതൊന്നും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? 40 സ്വഫുകൾ. ആ സ്വഫിന്റെ വീതി നബി തങ്ങൾ പറഞ്ഞില്ല, വലിപ്പം പറഞ്ഞില്ല, നീളം പറഞ്ഞില്ല. അതായത് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് ആ സ്വഫിൽ എത്ര മലക്കുകൾ കൊള്ളുമെന്ന്. റബ്ബേ, അങ്ങനത്തെ 40 സ്വഫുകൾ ഈ ഒരു ചെറിയ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുടെ കൂടെ വന്ന് നിന്ന് നിസ്കരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാണ് ആ സൂറത്ത് എന്ന് കേൾക്കണ്ടേ? നമുക്ക് ഓതണ്ടേ? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് കേട്ടു നോക്കിയോ. കതബല്ലാഹു ലഹു സവാബ അജ്രി മിഅത്തി ഷഹീദ്. 100 ഷഹീദിന്റെ പ്രതിഫലം അയാളുടെ അക്കൗണ്ടിൽ അള്ളാഹു എഴുതി ചേർക്കും. എത്ര ഷഹീദ്? 100 ഷഹീദിന്റെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, 100 ഷഹീദിന്റെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും എന്നാലോചിച്ച് നോക്കി. ഒരു ഷഹീദിന്റെ പ്രതിഫലം തന്നെ, ഒരു തുള്ളി രക്തം ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ചാൽ അയാളുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? എന്നാൽ അതുപോലത്തെ 100 ഷഹീദിന്റെ പ്രതിഫലം പിന്നെ വീഴുന്ന തുള്ളികൾക്കോ, ആ രക്തത്തുള്ളികൾക്ക് പകരമായിട്ട് അള്ളാഹു അയാളുടെ ദർജ, ആ ഷഹീദിന്റെ ദർജ എന്ത് ചെയ്യും? ഇങ്ങനെ സ്വർഗത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കും, വലിയ സ്ഥാനം കൊടുക്കും. അങ്ങനത്തെ 100 ഷഹീദിന്റെ പ്രതിഫലം ഈ ഒരു ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുമെന്ന്. ഏതാണ് ആ സൂറത്ത് എന്നും എന്തൊക്കെയാണ് ഇതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഇത്ര നേട്ടങ്ങളാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞു തരുന്നത് ഒരു ചെറിയ സൂറത്തിന്. വിശുദ്ധ ഖുർആൻ വളരെ പവറുള്ളതല്ലേ? വിശുദ്ധ ഖുർആൻ ഭയങ്കര മഹത്വമുള്ളതല്ലേ? ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് നമുക്ക് പഠിച്ചു വെക്കണം, വലിയ ഗുണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഒരു സൂറത്ത് കൊണ്ടുള്ള ഒരു ഖളാഉൽ ഹാജത്തിന്റെ മാർഗം കൂടെ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധമായ ഈ മാസം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണമല്ലോ. അതിൽ ഏറ്റവും മുഖ്യമായത് എന്താ? ഖുർആൻ പാരായണം ഒരുപാട് അധികരിപ്പിക്കണം അല്ലേ? എന്നാൽ നബി തങ്ങൾ സ്വഹാബത്തിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അലാ യസ്തതിഉ അഹദുകും അൻ യഖറഅ അൽഫ ആയത്തിൻ ഫീ കുല്ലി യൗമിൻ. നിങ്ങളുടെ കൂട്ടത്തില് ആർക്കെങ്കിലും എല്ലാ ദിവസവും 1000 ആയത്ത് വീതം ഓതാൻ കഴിയുമോ? നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എല്ലാ ദിവസവും 1000 ആയത്ത് വീതം പാരായണം ചെയ്യാൻ കഴിയുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കണം, ആർക്കെങ്കിലും കഴിയുമോ? അധികം ആളുകളുടെയും ആൻസർ നോ എന്നായിരിക്കും. ഒരു 10ഓ 20ഓ അല്ലെങ്കിൽ 100ഓ ഒക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 200 പോട്ടെ, 200 ആയത്തൊക്കെ എന്ത് ചെയ്യാം, ഒപ്പിക്കാം. എന്നാൽ 1000 ആയത്തുകളൊക്കെ ഓതുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രയാസമുണ്ട് നബിയെ. അപ്പൊ എന്ത് ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറുപടി വിട്ടു. വഖാലു, അവർ പറയാണെന്ത്? വമൻ യസ്തതിഉ അൻ യഖറഅ അൽഫ ആയത്തിൻ. നബിയെ, ആർക്കാണിപ്പോ 1000 ആയത്തൊക്കെ ഓതാൻ പറ്റുക? 1000 ആയത്ത് ഓതാൻ പറ്റുക? അതായത് 6666 ആയത്തുകൾ എന്നുള്ള ഒരു ചെറിയ കണക്ക് വിശുദ്ധ ഖുർആന്റെ ഒരു അഭിപ്രായ പ്രകാരം ഉണ്ടല്ലോ. അപ്പൊ അതായത് പരിശുദ്ധ ഖുർആന്റെ 4 ഭാഗം അല്ലെ 6 ഭാഗം എന്ത് ചെയ്യാ, ഓതുമോ എന്നാ ചോദിച്ചത്. പരിശുദ്ധ ഖുർആൻ 6 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം 1/6 ഓതുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ആർക്കാണ് കഴിയുക നബി? അങ്ങനെ അത്രയും ഓതാൻ? ചിലപ്പോൾ ജോലി തിരക്ക് കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളൊക്കെ കാരണം ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടുപണി തന്നെ തീർന്നിട്ട് നേരം ഉണ്ടാവൂല. അപ്പൊ നിസ്കരിക്കുന്നതിന് സമയം കണ്ടെത്തുന്നത് തന്നെ കഷ്ടപ്പെട്ട അവസ്ഥാതെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിസ്കരിക്കാൻ തന്നെ സമയം കണ്ടെത്തുന്നത്. അപ്പൊ അങ്ങനെ നബി തങ്ങളോട് തിരിച്ചു ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഖാലു അമാ അസ്തതിഉ അഹദുകും അൻ യഖറ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നൊരു സൂറത്ത് ഓതാൻ പറ്റുമോ? ഏതാണ് സൂറത്ത്? കേട്ടു വെച്ചോളി. അൽഹാകുമുത് തകാസുർ. നിങ്ങൾക്ക് അൽഹാകുമുത് തകാസുർ സൂറത്ത് ഓതാൻ പറ്റുമോ? ഏതാണ് സൂറത്ത്? സൂറത്തു തക്കാസുർ. നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين
لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله العظيم. ഈ ഒരു സൂറത്ത് കേവലം 8 ആയത്തുകൾ, ചെറിയ ചെറിയ ആയത്തുകൾ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ചെറിയ ആയത്തുകളല്ലേ. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം തുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ഒരു 8 ആയത്തുകൾ ഓതാൻ പറ്റുമോ നബി തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു അത് പറ്റും ഇല്ലേ, ഈ 8 ആയത്തൊക്കെ ഓതാൻ നമുക്ക് പറ്റും, വേണേ 2-3 വട്ടമൊക്കെ ഓതാം. എന്നാ നബി തങ്ങൾ പറയാ, ഈ ഒരു 8 ആയത്ത് ആരെങ്കിലും ഒരാൾ ഒരു ദിവസം പാരായണം ചെയ്താൽ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 1000 ആയത്തുകൾ എഴുതിയ പ്രതിഫലം എഴുതി ചേർക്കും അല്ലാഹു. 1000 ആയത്തുകൾ ഓതിയ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. ഈ മാസം നമുക്ക് പരിഗണിച്ചൂടെ? എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് ഓതാ. നിസ്കാരത്തിലോ അല്ലാതെ ഓതാ. നിസ്കാരത്തിൽ ഓതുന്നവർക്ക് പ്രത്യേക പരിഗണന ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ ഓതുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടമാണ് ഇപ്പൊ പറഞ്ഞത്. നിസ്കാരത്തിൽ ഓതുന്ന ആളുകൾക്ക് ഇതിനു പുറമെ വേറെ ചില നേട്ടം കൂടി ഉണ്ട്. അതൊന്ന് കേട്ടു നോക്കിയാലോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഓതാൻ ഭാഗ്യം നൽകട്ടെ, നിലനിർത്താൻ ഭാഗ്യം നൽകട്ടെ. കേട്ടോ, മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. നബി തങ്ങൾ പറയാണ്, മൻ ഖറഅ അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ എന്ന ഈ ഓതിയ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ ഫീ ഫരീളത്തിൻ, അവർ ഫർള് നിസ്കാരത്തിൽ ഓതി. അപ്പൊ നമ്മൾ ദുഹർ നിസ്കരിക്കുമ്പോൾ, അസർ നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ മഗ്രിബോ ഇശാ ഏതാണോ ഫർള് നിസ്കരിക്കുന്ന സമയത്ത് അൽഹാകുമുത് തകാസുർ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചു. ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് കേട്ടോ. ചില ആളുകൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ ഫാത്തിഹ മാത്രം ഓതി വിടും. അങ്ങനെയല്ല, സൂറത്ത് ഓതണം. അതാണ് അതിന്റെ കാമിലായ രൂപം, പൂർണ്ണമായ രൂപം. അപ്പൊ അൽഹാകുമുത് തകാസുർ സൂറത്ത് ഫർള് നിസ്കാരത്തിൽ ഓതി. എന്നാൽ നോക്കിയോ, കതബല്ലാഹു ലഹു സവാബ അജ്രി മിഅത്തി ഷഹീദ്, 100 ഷഹീദിന്റെ പ്രതിഫലം അയാളുടെ അക്കൗണ്ടിൽ അള്ളാഹു എഴുതി ചേർക്കും. എത്ര ഷഹീദ്? 100 ഷഹീദിന്റെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. 100 ഷഹീദിന്റെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും എന്നാലോചിച്ച് നോക്കി. ഒരു ഷഹീദിന്റെ പ്രതിഫലം തന്നെ, ഒരു തുള്ളി രക്തം ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ചാൽ അയാളുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? എന്നാൽ അതുപോലത്തെ 100 ഷഹീദിന്റെ പ്രതിഫലം പിന്നെ വീഴുന്ന തുള്ളികൾക്കോ ആ രക്തത്തുള്ളികൾക്ക് പകരമായിട്ട് അള്ളാഹു അയാളുടെ ദർജ, ആ ഷഹീദിന്റെ ദർജ എന്ത് ചെയ്യും? ഇങ്ങനെ സ്വർഗത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കും, വലിയ സ്ഥാനം കൊടുക്കും. അങ്ങനത്തെ 100 ഷഹീദിന്റെ പ്രതിഫലം ഈ ഒരു ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുമെന്ന്. ഇത് ഞാൻ പറയല്ല, മുത്തുനബി തങ്ങളുടെ കൗലാണ്, അവിടുത്തെ ഹദീസിലുള്ളതാണ്. ഇനി വമൻ ഖറഅഹ ഫീ നാഫിലത്തിൻ, ഇത് ഫർള് നിസ്കാരത്തിൽ ഓതിയാൽ എന്ത് കിട്ടും? 100 ഷഹീദിന്റെ കൂലി. ഇനി അത് സുന്നത്ത് നിസ്കാരത്തിൽ ഓതി, നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ളുഹറിന് മുമ്പും ശേഷമുള്ള സുന്നത്ത്, ദുഹാ നിസ്കാരം അല്ലെങ്കിൽ ഇസ്തിറാഖ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ഏത് സുന്നത്ത് ആയിക്കൊള്ളട്ടെ, നമ്മുടെ സുന്നത്തുകൾ, നിസ്കാരങ്ങൾക്ക് ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്താകട്ടെ, അതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളാകട്ടെ, ഏതെങ്കിലും സുന്നത്ത് നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു സവാബ 50 ഷഹീദ, അയാൾക്ക് 50 ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. ഫർള് നിസ്കാരത്തിലാണെങ്കിൽ 100 ഷഹീദിന്റെ പ്രതിഫലം വാങ്ങാൻ ഇത് മതി. സുന്നത്ത് നിസ്കാരത്തിലാണ് ഓതുന്നതെങ്കിലോ 50 ശുഹദാക്കളുടെ പ്രതിഫലം ആ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഇത് മാത്രമല്ല, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസല്ലാ മഅഹു ഫീ ഫരീളത്തിൻ, അവൻ എന്ത് ചെയ്തു? ഈ സൂറത്ത് അൽഹാകുമുത് തകാസുർ സൂറത്ത് ഓതി നിസ്കരിച്ച ആ ഫർള് നിസ്കാരം ഉണ്ടല്ലോ, ആ ഫർള് നിസ്കാരത്തിൽ ആ വ്യക്തിയോടുകൂടി, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ആ വ്യക്തിയോടുകൂടി നിസ്കരിക്കും 40 സഫൻ മിനൽ മലായിക, 40 സഫ് മലക്കുകൾ എന്ത് ചെയ്യും? അയാളുടെ കൂടെ നിസ്കരിക്കും. 40 സഫ് മലക്കുകൾ. ആ സൊഫിന്റെ വലിപ്പം പറഞ്ഞിട്ടില്ല, എത്ര സൊഫ്, 40 സൊഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സൊഫിൽ എത്ര ആളുണ്ടാവുമെന്ന് ഇപ്പൊ മാക്സിമം ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പള്ളി എടുത്തു നോക്കിയാലും ഒരു 200 ആള് 200 ആള് കൊള്ളുന്നതിനേക്കാൾ വലിയൊരു സൊഫ് ഉണ്ടോ? അല്ലെ പോട്ടെ, ഒരു 500 കൂട്ടിക്കോളി, ഒരു 500 ആള് കൊള്ളുന്ന ഒരു സൊഫ്. അതുപോലെ 40 സൊഫ് കണക്കാക്കിയത് തന്നെ എത്ര മലക്കുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഇത് സൊഫിന്റെ വീതിയോ വണ്ണമോ ഒന്നും പറഞ്ഞിട്ടില്ല. 40 സൊഫ്, ആ സൊഫ് എവിടം തൊട്ട് എവിടം വരെ ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല. 40 സൊഫ് മലക്കുകൾ ഈ വ്യക്തിയോടൊപ്പം നിസ്കരിക്കുമെന്ന്. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്തൊരു ഭാഗ്യാണില്ലേ അള്ളാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.
അതുപോലെ മുത്തുനബി തങ്ങൾ ഇനി എണ്ണി പറയുന്നുണ്ട്. ഇത് ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ നേട്ടങ്ങളാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന നേട്ടമാണല്ലോ. ഇനി ഉറങ്ങുന്ന സമയത്ത്, ഇപ്പൊ നിസ്കാരത്തിൽ ഓതി, ഓക്കെ, അല്ലാത്ത സമയത്ത് ഓതുന്നത് നിങ്ങൾ കേട്ടു. ഇനി ഉറങ്ങാൻ പോകുന്ന സമയത്ത്, നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്, ആ സമയത്ത് ആരെങ്കിലും ഓതിയാലോ? മൻ ഖറഅ അൽഹാകുമു തകാസുർ ഇൻദൻ നൗമി. ഉറങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ കിടക്കയിലേക്ക് ഇരുന്നു, നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സാധാരണ ദിക്റുകളൊക്കെ ചൊല്ലിയതിനു ശേഷം ഒരു അൽഹാകുമു തകാസുർ 8 ആയത്ത് ഓതി, അങ്ങനെ അൽഹാകുമു തകാസുർ സൂറത്ത് ഓതിയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ വുഖിയ മിൻ ഫിത്നത്തിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു അയാളെ കാത്തു രക്ഷിക്കും. ആ വ്യക്തി മരണപ്പെട്ടു പോയാൽ അയാളെ ഖബറിൽ ഫിത്നയാക്കപ്പെടുകയേയില്ല. നോക്കുങ്ങൾ, ഇപ്പോ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ സൂറത്ത് ഓതിയിട്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മരിക്കുമല്ലോ. ആ മരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് വെക്കുന്ന ഖബറിന്റെ അകത്തളങ്ങളിൽ നമ്മെ ഒരു പ്രയാസപ്പെടുത്തൂല, അവിടെ സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഓതിയാൽ മതി? ഒരു സൂറത്തുൽ തക്കാസുർ, അൽഹാകുമു തകാസുർ സൂറത്ത് എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് ഓതിയാൽ മതി. എത്ര വലിയ നേട്ടം നോക്കിയേ. അള്ളാഹു ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഇനി അതിനപ്പുറം നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കണമെന്നല്ലേ? എന്നാ അതിനുള്ള മാർഗമുണ്ട്. അന്ന ഖാരി അഹ, ഈ പാരായണം ചെയ്യുന്ന ആള്, ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ആള് യദ്ഖുലുൽ ജന്നത ദൂന ഹിസാബിൻ, ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കും. ഒരു ചെറിയ സൂറത്താണ് എന്ന് കരുതിയിട്ട് നമ്മൾ നിസ്സാരമായി കാണരുത്. ഈ കിട്ടുന്ന നേട്ടങ്ങൾ വലുതാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന അർത്ഥം. മഹദി ആയിഷ ബീവിയോട് മുത്തുനബി തങ്ങൾ പറയാ, അള്ളയെങ്ങാനും ഹിസാബ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ചെയ്യണമെന്നില്ല, അങ്ങനെ കാണാൻ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോവും ആയിഷ. അള്ളാഹു കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരിൽ ഞങ്ങളെയൊക്കെ നീ ചേർത്ത് തരണേ അള്ളാഹ്. ഇപ്പൊ ഈ ഒരു സുഹൃത്തിന് ഇൻഷാ അല്ലാഹ് പതിവാക്കൂലേ? എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇനി ഖലാ ഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുക? ഖലാ ഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് ഒരു എളുപ്പമാർഗമുണ്ട്. ഈ ഒരു സൂറത്ത് 22 തവണ പാരായണം ചെയ്യാം. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, നമ്മുടെ ബെഡ്റൂമിൽ എവിടെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് 22 തവണ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരല്പം ബഹൂർ, അതായത് എന്തെങ്കിലും ഒരു സുഗന്ധം പുകയ്ക്കുക. ഒരു സുഗന്ധം നമ്മുടെ വീടിൽ പുകച്ചതിന് ശേഷമാവണം ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് സുമ്മ സ്വല്ല അല മുഹമ്മദിൻ വ ആലിഹി, മുത്തുനബി തങ്ങളുടെ മേലും സ്വഹാബത്തിന്റെ അവിടുത്തെ ആല്, അതായത് കുടുംബം, അതായത് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അല സയ്യിദിന മുഹമ്മദിൻ വ അല ആലി സയ്യിദിന മുഹമ്മദ്, ആ സ്വലാത്ത് ഉണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അല സയ്യിദിന മുഹമ്മദിൻ വ അല ആലി സയ്യിദിന മുഹമ്മദ്. ഈ ഒരു സ്വലാത്ത് 1000 തവണ, ആ സ്വലാത്തൊക്കെ 1000 തവണ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും, നമ്മുടെ ഒരു ആവശ്യം നിർവഹിക്കാനല്ലേ ഇൻഷാ അല്ലാഹ്. അങ്ങനെ എന്ത് ചെയ്യുക? ആ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലുക, ഇരുന്നോ നിന്നോ കിടന്നോ ഒക്കെ ചെല്ലാം കേട്ടോ. അങ്ങനെ ചൊല്ലിയതിന് ശേഷം, അങ്ങനെ ചൊല്ലിയാൽ തുഖ്ള ഹാജത്തുക്, നീ ചൊല്ലിയ എന്തിനു വേണ്ടിയിട്ടാണോ ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ച് നൽകുന്നതാണ്. എന്ത് ചെയ്താ? ഒരു 22 തവണ ഈ സൂറത്ത് ഓതിയതിനു ശേഷം 1000 തവണ അള്ളാഹിന്റെ ഹബീബിന്റെ മേലും അവിടുത്തെ ആലിന്റെ മേലും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തില്ല. ഇങ്ങനെ ചൊല്ലിയാൽ എന്താവശ്യമാണോ അയാൾ കരുതിയത് ആ ആവശ്യത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. മഹാന്മാര് അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ എത്ര നേട്ടങ്ങളാണല്ലേ ഒരു ചെറിയ സൂറത്തിന്. അള്ളാഹുയെ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ, പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ റബ്ബേ. അള്ളാഹ് നീ ഭാഗ്യം നൽകണേ അല്ലാ. സാധുക്കളാണ്, പാപികളാണ്, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ, കമന്റുകൾ റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടണില്ല റഹ്മാനെ. റബ്ബേ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സമയം കിട്ടാത്തത് കൊണ്ടാട്ടോ റിപ്ലൈ തരാത്തത്. തിരക്ക് റമളാനൊക്കെ അല്ലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരുടെയും കാര്യങ്ങൾ റാഹത്താക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ വായിച്ചു പോകലല്ലാതെ നമ്മൾ അതിനായിട്ട് ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ആക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. അള്ളാഹു എല്ലാവരും നിങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി ദുആ ഇറക്കും. അള്ളാഹു നമ്മളൊക്കെ നമ്മുടെ ഇജാബത്തുള്ള ദുആയാക്കി അള്ളാഹു കബൂലാക്കുമാറാട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. നമ്മൾ ദീനിന്റെ പ്രചാരകരാകാം. നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്താലുള്ള ഗുണം എന്താ? ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു പ്രതിഫലം കൂടെ നമുക്ക് കിട്ടും അല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.